നമസ്കാരം, സാറ്റ്വി ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യം പുരോഗതി പ്രാപിച്ചു എന്ന് കാണിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ കണക്കിലെ കളികൾ നടത്തുകയാണെന്ന് പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ CR നീലകണ്ഠൻ. 7 ലക്ഷം രൂപയുടെ അമോണിയം നൈട്രേറ്റും കടത്താൻ ശ്രമിച്ച പ്രതികളും അറസ്റ്റിൽ. ക്ഷേമനിധികളുടെ പ്രവർത്തനത്തെ തകർക്കുക എന്നതാണ് എക്കാലത്തും UDF നയമെന്ന് M ചന്ദ്രൻ MLA. 10ാം ക്ലാസ്സുകാരിയെ മകളെ പീഡിപ്പിച്ച പിതാവിനെ അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച കാണിക്കുന്നതിന് വേണ്ടി തട്ടിക്കൂട്ട് പരിപാടികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നതെന്ന് പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ CR നീലകണ്ഠൻ പറഞ്ഞു. ദേശീയ കർഷക സമാജം മാർച്ചും ധരണിയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക മേഖല വെറും 17%, വ്യവസായ മേഖലയും സേവന മേഖലയും ചേർന്നാൽ അതിന്റെ സേവന മേഖല വളരെ കൂടുതലാണ്. രണ്ടും ചേർന്നാൽ 83%. ഇപ്പോൾ ആസൂത്രണ കമ്മീഷനോ മൻമോഹൻ സിംഗിനോ ഇന്ത്യയുടെ GDP 10% കൂട്ടണം എന്ന് തീരുമാനിച്ചാൽ കാർഷിക മേഖലയിൽ 10% കൂട്ടിയാൽ ആകെ കൂടുന്നത് 1.7%. അപ്പൊ അങ്ങനെ GDP കൂട്ടാൻ ഏറ്റവും എളുപ്പമുള്ളത് എന്താ? സേവന മേഖല 1ാം സ്ഥാനം, 2ാമത് വ്യവസായ മേഖല. സേവന മേഖലയിൽ വ്യാപാരം, വിദ്യാഭ്യാസം, ആരോഗ്യം എല്ലാം സേവന മേഖലയിൽ പെടും. ഇതൊക്കെ വ്യാപാര മേഖലയിലും പെടും. അപ്പൊ സേവന മേഖല വ്യാപാര മേഖലയായി മാറ്റപ്പെടുകയും എങ്ങനെയും വളർത്തുക എന്ന അർത്ഥത്തിലേക്ക് മുൻഗണനാ ക്രമത്തിലേക്ക് വരികയാണ്. 2013 മാർച്ച് 31 വരെയുള്ള കർഷകരുടെ എല്ലാ കടങ്ങളും എഴുതിത്തള്ളുക, കാർഷിക പാക്കേജുകൾ പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ കർഷകർക്ക് നൽകുക, വിളനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുക, രാസവളങ്ങളുടെ വില കുറയ്ക്കുക, നെല്ലിന്റെ സംഭരണ വില കിലോഗ്രാമിന് 30 രൂപയായി പ്രഖ്യാപിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കർഷക മാർച്ചും ധരണിയും സംഘടിപ്പിച്ചത്. കർഷക സമാജം പ്രസിഡന്റ് KA പ്രഭാകരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സമാജം സെക്രട്ടറി മുതലാം തൊടുമണി സ്വാഗതം പറഞ്ഞു. ഡോക്ടർ D സുരേന്ദ്രനാഥ്, പ്രൊഫസർ ജോസ്കുട്ടി J ഒഴുകിയിൽ, VK സദാനന്ദൻ, ജോർജ് മുല്ലക്കര, വിളയോടി വേണുഗോപാൽ, KV ബിജു, S അധിരഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏഴ് ലക്ഷം രൂപയുടെ അമോണിയം നൈട്രേറ്റും കടത്താൻ ശ്രമിച്ച പ്രതികളും അറസ്റ്റിലായി. കഴിഞ്ഞ ദിവസം രാത്രി 10:30 മണിയോടുകൂടി ചിറ്റൂരിനടുത്തുള്ള പാറയിൽ വെച്ചാണ് എക്സൈസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം വാഹനവും അകമ്പടി പോയ കാറും പിടികൂടിയത്. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ലോറിയിൽ നിന്ന് 3500 കിലോഗ്രാം അമോണിയം നൈട്രേറ്റാണ് കണ്ടെത്തിയത്. ലോറി ഡ്രൈവർ എലപ്പുള്ളി സ്വദേശി സ്വാമിനാഥൻ, സഹായി രവി എന്നിവരെ അറസ്റ്റ് ചെയ്തു. വാഹനത്തിന് അകമ്പടിയായി സഞ്ചരിച്ചിരുന്ന കാറിലെ ഡ്രൈവർ വടക്കൻ പറവൂർ സ്വദേശി കണ്ണനെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. പിടികൂടിയ അമോണിയം നൈട്രേറ്റിന് 7 ലക്ഷം രൂപ വില വരുമെന്ന് കണക്കാക്കുന്നു. വാഹനവും പ്രതികളും പാലക്കാട് കസബ പോലീസിന് കൈമാറി. ക്ഷേമനിധികളുടെ പ്രവർത്തനത്തെ തകർക്കുക എന്നതാണ് എക്കാലത്തും UDF നയമെന്ന് M ചന്ദ്രൻ MLA പറഞ്ഞു. ആർട്ടിസാൻ യൂണിയൻ നടത്തിയ താലൂക്ക് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ ക്ഷേമനിധികളുടെ പ്രവർത്തനവും മാറി മാറി അധികാരത്തിൽ വരുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തകർക്കും. അതാണ് നാളിതുവരെ ഉണ്ടായിട്ടുള്ള. ജില്ലാ വ്യാപകമായി സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലേക്ക് ധർണയും സമരവും നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ആലത്തൂർ താലൂക്ക് ഓഫീസിലേക്കും ആർട്ടിസാൻ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. KN കുട്ടപ്പൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ AM വേണു അധ്യക്ഷത വഹിച്ചു. KN നാരായണൻ, KD പ്രസേനൻ, M കുമാരൻ, R കൃഷ്ണൻ, C രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. 10ാം ക്ലാസ്സുകാരിയെ മകളെ പീഡിപ്പിച്ച പിതാവിനെ ആലത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പഴമ്പാലക്കോട് പാറക്കൽ പറമ്പിൽ വീടിൽ സുരേഷ് കുമാർ എന്ന 43-കാരനാണ് പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ 7 വർഷമായി ഇയാൾ സ്വന്തം മകളെ പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പോലീസ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന വിവരം പ്രതിയുടെ ഭാര്യയ്ക്കും അറിയാമായിരുന്നു എന്നാണ് സംശയം. പഴമ്പാലക്കോടിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ വിളിച്ചുകൊണ്ടുപോകാൻ കഴിഞ്ഞ ദിവസം രക്ഷിതാവായ ഇയാൾ എത്തിയിരുന്നു. ബന്ധുവായ ഒരാൾ മരിച്ചു എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ കുട്ടി ഇയാൾക്കൊപ്പം പോകാൻ വിസമ്മതിക്കുകയായിരുന്നു. കാര്യം തിരക്കിയ ടീച്ചർമാരോടാണ് കുട്ടി പീഡന വിവരം പറഞ്ഞത്. സ്കൂൾ അധ്യാപകനാണ് പോലീസിനെ വിവരം അറിയിച്ചത്. തുടർന്ന് പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ പരാതി പ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തു. ആലത്തൂർ കോടതിയിൽ ഹാജരാക്കി. കോടതി ഇയാളെ റിമാൻഡ് ചെയ്തു. ഉമ്മൻചാണ്ടി ജനാധിപത്യത്തെ പരിഹസിക്കുകയാണെന്ന് CITU നേതാവ് PK ശശി പറഞ്ഞു.
കൺസ്ട്രക്ഷൻ വർക്കേഴ്സിന്റെ വാഹന പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പറഞ്ഞേ ഞങ്ങൾ ഇങ്ങനെ പച്ചക്ക് പറയും, അയാൾ ഇങ്ങനെ വളച്ച് കെട്ടി പറയും. രണ്ടും ഒന്നാ. അയാളെ മനസ്സിലും അതാ. ആരെ? ചെന്നിത്തലേന്റെ മനസ്സിലും ഇത് തന്നെയാ. PC ജോർജ് പറയാ, ഈ ഇപ്പൊ അവസാനം നടന്ന വട്ടിപ്പുണ്ടല്ലോ ഫയാസ്, ഇയാളെ വളരെ അടുത്ത ആളാ. അയാൾ ദുബായിലേക്ക് യാത്ര ചെയ്യുമ്പോ ഇയാളെ കാറിലാ യാത്ര ചെയ്യുന്നത്. കോടാനുകോടിയുടെ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി ഫയാസ്. അയാളുമായി മുഖ്യമന്ത്രിക്കുള്ള ബന്ധം, മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ആളുകൾക്കുള്ള ബന്ധം. സരിത കഴിഞ്ഞു, ശാലു കഴിഞ്ഞു, ജിക്കു കഴിഞ്ഞു, ജോക്കു കഴിഞ്ഞു, ഇവരൊക്കെ ജോപ്പം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഫയാസ് ഇപ്പൊ വന്നിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയാണ് ഈ ഉമ്മൻചാണ്ടിക്ക് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞാൽ കാണ്ടാമൃഗം നമുക്കെതിരായിട്ട് കോടതി പോയിട്ട് കേസ് കൊടുക്കുക. കാരണം അതിനേക്കാൾ മോശമാണ് ഇയാളെ തൊലിക്കട്ടി എന്ന് പറയുന്നത്. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU സെക്രട്ടേറിയറ്റ് വിളയൽ സമരത്തിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന സംസ്ഥാന പ്രചരണ ജാഥയാണ് ജില്ലയിൽ പര്യടനം ആരംഭിച്ചിരിക്കുന്നത്. ജാഥയ്ക്ക് പാലക്കാട് നൽകിയ സ്വീകരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു PK ശശി. ഉമ്മൻചാണ്ടിയുടെ ഓഫീസ് തട്ടിപ്പുകാരുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇവരെ സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന അഭിപ്രായം തന്നെയാണ് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയ്ക്കുള്ളത്. അത് അദ്ദേഹം വളച്ചുകെട്ടി പറയുകയാണെന്ന് മാത്രമാണെന്നും പറഞ്ഞു. KV ജോസ്, TK അച്യുതൻ, കോനിക്കര പ്രഭാകരൻ, അരക്കൻ ബാലൻ, വാടി രവി, PK മുകുന്ദൻ, B ഹംസ, G വിക്രമൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ അന്താരാഷ്ട്ര ടൂറിസം ദിനം ആചരിച്ചു. ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ലോക ടൂറിസം ദിനാഘോഷം സംഘടിപ്പിച്ചത്. DTPC ചെയർമാൻ കൂടിയായ കളക്ടർ K രാമചന്ദ്രൻ IAS അധ്യക്ഷത വഹിച്ചു. പക്ഷേ നിങ്ങൾക്കും ഒരു 30-35 കഴിയുമ്പോൾ, ഇന്നത്തെ പോക്ക് ഉണ്ടാണെങ്കിൽ അത്രയൊന്നും വേണ്ട, ഒരു 5 കൊല്ലം കഴിയുമ്പോൾ നിങ്ങളെ 5 കൊല്ലം ഞാൻ ഉദ്ദേശിച്ച DTPC സെക്രട്ടറി TA പത്മകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങ് ഷാഫി പറമ്പിൽ MLA ഉദ്ഘാടനം ചെയ്തു. വലിയൊരളവ് വരെ അതിൻ്റെ സാധ്യതകളെ നാളുകളെ സംബന്ധിച്ച് ആശങ്കകൾ കൊടുക്കുന്നു എന്നുള്ളതും വസ്തുതയാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ രൂപയുടെ വില കുറഞ്ഞു കൂടി എന്നതിനെ സംബന്ധിച്ചൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ലോകത്ത് രൂപയുടെ വിനിമയം നടക്കുന്ന ഡോളറിലാണ് എന്നുള്ളത് വിദേശ നാണ്യങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്നതാണ് ഏറ്റവും അനിവാര്യം. ടൂറിസം വളരേണ്ടതിൻ്റെ പാരിസ്ഥിതികമായ ഇഷ്യൂസിനെ കണക്കുകൾ ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ എക്കണോമിക് സൈഡ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാൾ കൂടുതൽ റിട്ടേൺ തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല, ഇപ്പോഴും ഗ്രോത്ത് റേറ്റ് ക്വാളിറ്റീസ് ഒരു പ്രധാനപ്പെട്ട മേഖല ടൂറിസമാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതുമാണ്. DTPC അംഗങ്ങളായ PV രാജേഷ്, PC ബേബി, B രാമചന്ദ്രൻ, ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ PG സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രൊഫസർ ബിജു MS, ദിനേശ് M എന്നിവർ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു.